ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത് ഒരു മാഗി കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. സിമ്പിളായിട്ട് നമുക്കൊരു മാഗി ഉണ്ടാക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈൽ വെക്കുന്നതാണ് വെച്ചാൽ, അപ്പോൾ സവോളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് സവോളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ മാഗി ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു 7th സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു. അത് അമ്മാമ്മ വാങ്ങി കൊണ്ടുവന്നിട്ടായിരുന്നു. വീട്ടിൽ ആരും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോഴായിരുന്നു കഴിച്ചിരുന്നത്, വീട്ടിലുണ്ടാക്കി തരാത്ത കാരണം കൊണ്ട്. കഴിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് മനസ്സിലായത്. അതേ പിന്നെ ഇടയ്ക്കൊക്കെ വാങ്ങിപ്പിക്കാറുണ്ടായിരുന്നു അമ്മേനെ കൊണ്ടൊക്കെ. പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിയാനൊന്നും നിൽക്കത്തില്ല, നേരെ വെള്ളവും ശൈലിക്കിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്യാറ്. എപ്പോഴും ഒരേപോലെ കഴിച്ചാൽ പോരല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേറെ ഒക്കെ ട്രൈ ചെയ്യുന്നത് തന്നെ. കുറച്ചൊന്ന് വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ഇടുന്നുള്ളൂ, കാരണം ലാസ്റ്റ് മാഗിയുടെ മസാല കൂടി ആഡ് ചെയ്യുന്ന കാരണം കൊണ്ട് ഇത്തിരി ഇടുന്നുള്ളൂ. മുട്ടയുണ്ടെങ്കിൽ മുട്ട കൂടി കുത്തിപ്പൊരിച്ചിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒന്ന് കുറച്ചിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ നേരെ വെള്ളം എടുത്ത് ഒഴിക്കാം ആവശ്യത്തിനുള്ളത്. ഇവിടെ 4 പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. എപ്പോഴും 1 പാക്കറ്റോ 2 പാക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനും അനിയനും മാത്രമാണ് ഉണ്ടാക്കി കഴിക്കുക, പിന്നെ അമ്മയ്ക്കും കൂടെ കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം പാക്കറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മാഗി പൊട്ടിച്ചിടാം. അവിടെ എൻ്റെ അനിയൻ കാത്തിരിക്കുകയാണ് മാഗി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വേഗം ആക്കാം. മാഗി കണ്ടിട്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ ഹോം മെയ്ഡ് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഹോം മെയ്ഡ് നൂഡിൽസ് ആയിരുന്നു. അത് ഉണ്ടാക്കി വന്നപ്പോൾ എന്തായാലും ലാസ്റ്റ് കഞ്ഞി കുടിക്കേണ്ട പോലെയായി. എന്നാലും പിന്നെ വിശപ്പുള്ള കാരണം കൊണ്ട് കഞ്ഞിന്ന് വിചാരിച്ച് അങ്ങനെ കോരി അത് കഴിച്ചുണ്ടാക്കി. അങ്ങനെ മാഗി മസാല കൂടി ഇട്ടതിന് ശേഷം ഇനി നന്നായിട്ട് വെള്ളം കൂടി വറ്റിക്കഴിഞ്ഞാൽ മാഗി ഇവിടെ സെറ്റായി. അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് തുടങ്ങിയപ്പോൾ എനിക്കും കൊതിയായി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വറ്റി വരുന്നുണ്ട്. അതിൽ വരെ അമ്മയായിരുന്നു ക്യാമറമാൻ, ഇപ്പം ഞാനായി എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട്. പ്ലേറ്റിക്കൊക്കെ വിളമ്പാം. കണ്ടിട്ട് നല്ല കൊതിയാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേഗം കഴിക്കാം. വേഗം കൊടുത്ത് ഞാനും കഴിക്കാനിരുന്നു. അപ്പോൾ നല്ല ചൂടായിരുന്നു, ഊതി കഴിക്കാം. സ്പൂണാണ് കിട്ടിയത്, മൊത്തം സ്പൂണായിപ്പോയി. അങ്ങനെ കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്. എക്സ്പ്രഷൻ അധികം കാണിക്കാത്തതെന്ന് വെച്ചാൽ കൊതി കൊണ്ട് കഴിക്കുന്ന കാരണം കൊണ്ടാണ്. ഞാൻ അവരുടെ അടുത്തും ചോദിച്ചു എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ അവരും പറഞ്ഞു അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട് സംഭവം. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. എന്തായാലും മറ്റൊരു വീടുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.